അങ്ങനെ ഇതാ ഞങ്ങൾ മലമ്പുഴ എത്തിയിട്ടുണ്ടേ. മലമ്പുഴയ്ക്ക് അതായത് അതിനുള്ളിലേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. അതിൽ ഫസ്റ്റ് കയറുന്ന വഴിയുടെ സൈഡിൽ തന്നെ ഒരു ഏട്ടൻ ഇരിക്കണ്ടായിരുന്നു. ഏട്ടന് കണ്ണു കാണില്ല. അങ്ങനെ ആ പാട്ടൊക്കെ കണ്ടു, പാട്ട് പാടുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ വലിയ ആൾക്ക് 10 രൂപയും ചെറിയ ആൾക്ക് 30 രൂപയാണ് എടുത്തത്. അപ്പോൾ ഞാനും എൻ്റെയും ഭദ്രൻ്റെയും ഞാൻ എടുത്തു. അച്ഛൻ പിന്നെ ഫസ്റ്റ് കയറിയല്ലോ. അപ്പോൾ അവർ അവിടെ ഉള്ളിൽ അകത്ത് കയറി. ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. തന്നെയാണേ. അങ്ങനെ ഞങ്ങളിതാ മലമ്പുഴയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നടന്നപ്പോൾ ബദ്രിക്ക് വിശക്കുമെന്ന് പറഞ്ഞു. രാവിലെ കുറച്ച് ചോറ് കഴിച്ചു. എന്നാലും അങ്ങനെ കുട്ടികളല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഒരു ആഗ്രഹം തോന്നും. അപ്പോൾ മാങ്ങ വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ. അപ്പോൾ 30 രൂപയാണ് ബദ്രി ഇതിന്. 30 രൂപയാണ് കേട്ടോ. അപ്പോൾ അത് മേടിച്ചു. പിന്നെ അച്ഛനും അമ്മയും ശ്രീകുട്ടിയും കൂടെ പോയിട്ടോ. അവർ ഞങ്ങളെക്കാട്ടി മുന്നേ വന്നല്ലേ, അപ്പോൾ അവർ പോയി. അങ്ങനെ ഞങ്ങൾ താഴത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തൂക്കുപാലത്തിൽ കയറിയിട്ടാവും. അവിടെയാണെങ്കിൽ ഡേഞ്ചറിന് എഴുതിയിട്ടുണ്ട്. പിന്നെ വരുന്ന ചില ആളുകൾക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം ഈ പാലം ഇങ്ങനെ നല്ല ആളുകൾ ഇങ്ങനെ കൂടുതലാവുമ്പോൾ ആ പാലം നന്നായി ഇളകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വെള്ളച്ചാട്ടം കാണാനാണ് ഞങ്ങൾ പോയത്. വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര രസമാണ്. അവിടെ തന്നെ നിൽക്കാൻ തോന്നും. പിന്നെ ചില ആളുകൾ കുപ്പികളൊക്കെ ആ ഒരു പിന്നെ ഡാമിലേക്ക് ഇട്ടതുകൊണ്ടാണ് തോന്നുന്നു, ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് കുറേ കുപ്പികൾ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ശരി, എന്തായാലും കുഴപ്പമില്ല, മതി ബദ്രി വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാൻ അവരെയും വിളിച്ച് അങ്ങനെയും നടന്നു. കാരണം അച്ഛനെ അമ്മയും ഇനിയും ഞാൻ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അവരെ കണ്ടെത്തലും അതുപോലെ ആസ്വദിക്കലുമാണ് ഇപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അവസാനത്തെ പ്രതീക്ഷ കൈവിട്ടു എന്ന് വിചാരിക്കുന്നിടത്താവും നല്ലൊരു നാളെയുടെ തുടക്കം എന്ന ബോർഡ് കണ്ടിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ മുകളിലേക്ക് കയറാൻ ഉദ്ദേശിച്ചത് തന്നെ. കാരണം ഇത് എല്ലാ ആളുകൾക്കും ഒരു പ്രചോദനം തന്നെയാണ് ഈ ഒരു ബോർഡ്. ചിലപ്പോൾ ഭയങ്കര വിഷമത്തോടു കൂടെ വരുന്ന ആളുകളുണ്ടാവും, ചിലപ്പോൾ സങ്കടത്തോടു കൂടെ വരുന്ന ആളുകളുണ്ടാവും, ചിലപ്പോൾ ബിസിനസ്സിൽ ലോസ് ആയ ആളുകളുണ്ടാവും. എന്തായാലും കുഴപ്പമില്ല, ആ ബോർഡ് കണ്ടാൽ ഒരു പോസിറ്റീവ് തന്നെയാണ്. അങ്ങനെ ഇതേ അവസാനം ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു കേട്ടോ. ഞാനും അവരൊക്കെ ഒരുമിച്ച് തന്നെയാണ് മുകളിലേക്ക് കയറിയത്, അതായത് ഡാമിൻ്റെ മുകളിലേക്ക് കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു. ഇന്ന് ചതയ ദിനം ആയതുകൊണ്ട് നല്ല തിരക്കാണ്. കാരണം വെക്കേഷൻ്റെ ലാസ്റ്റ് ദിവസവും കൂടിയാണല്ലോ ഈ ശനി ഞായറും. അപ്പോൾ എന്തായാലും മലമ്പുഴയിൽ നല്ല തിരക്ക് തന്നെയാണ് കാണപ്പെട്ടത്. ഒരുപാട് ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതിനെ നിയന്ത്രിക്കാൻ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. പതിവിലും ഞങ്ങൾ ഇത്ര സമയമൊന്നും എവിടെയും ഞങ്ങൾ ചിലവഴിക്കാത്തതാണ്. കാരണം ഒന്നുകിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിലും പെട്ടുപോകും. ഇന്ന് എന്തായാലും പിന്നെ എല്ലാവരും അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു ശരിക്കും ഇന്ന് എനിക്ക്. അങ്ങനെ മലമ്പുഴ ഗാർഡൻ ഫുള്ളും ചുറ്റി കണ്ടതിന് ശേഷം ഞങ്ങൾ വന്നത് അക്വേറിയത്തിലേക്കാണ് കേട്ടോ. അവിടെ ഫസ്റ്റ് തന്നെ വലിയൊരു മീനിൻ്റെ എന്തുണ്ടായിരുന്നത് ഒരു സ്റ്റാച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിൽ കയറി ഒരുപാട് മീനുകളെ കണ്ടു കേട്ടോ. നല്ല നല്ല വലിയ വലിയ മീനുകൾ ഒക്കെ കണ്ടു. പേരൊന്നും എനിക്കറിയില്ലേ പറയാനായിട്ട്. അങ്ങനെ അക്വേറിയത്തിലത്തെ വിശേഷങ്ങളൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് സ്നേക്ക് പാർക്കിലേക്കാണ്. അവിടെയും ഒരുപാട് പാമ്പുകളെയൊക്കെ കണ്ടു. രാജവെമ്പാല, പിന്നെ ഒരുപാട് വിഷമുള്ള പാമ്പുകൾ, വിഷമില്ലാത്ത പാമ്പുകൾ. അങ്ങനെ അവിടെയും കുറേ ചിലവഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ എല്ലാ സ്ഥലങ്ങളിലും ചെറിയ രീതിയിൽ അവർ ഫീസ്, അതായത് ടിക്കറ്റ് എടുക്കണം കേട്ടോ. വലിയ ആളുകൾക്ക് ഇതിൽ എത്രയാണ് 25, ചെറിയ ആളുകൾക്ക് എല്ലാ അക്വേറിയത്തിലും സ്നേക്ക് പാർക്കിലും ഒക്കെ ടിക്കറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ കടന്ന ആ ഒരു മുതലയുണ്ടല്ലോ, അതിങ്ങനെ കുറേ നേരം വായ തുറന്നിട്ടിരിക്കണ്ടായിരുന്നു. അതായത് ഇര പിടിക്കാനുള്ള തന്ത്രമാണെന്ന് മനസ്സിലായി. അങ്ങനെ പാമ്പൊക്കെ കണ്ട് ബദ്രിയും ശ്രീകുട്ടിയൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു അവർക്ക്.